അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ ചൗവരി പായസമാണ്. അതിനായിട്ട് ഞാൻ ഏകദേശം 1.5 കപ്പോളം ചൗവരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് കുതിർത്തെടുക്കാം. വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 3 വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം അതിനകത്ത് നിറച്ച് പൊടിയും അഴുക്കുമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അരിയൊക്കെ കഴുകിയെടുക്കില്ലേ, അതുപോലെ കഴുകിയെടുത്ത് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഈ ചൗവരി പായസം എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പം നമ്മൾ അതിനായിട്ട് ഞാൻ ഈ ചൗവരി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ചെറുപ്പത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ചൗവരി ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ആദ്യമേ നമുക്ക് ചൗവരി നന്നായിട്ട് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേകട്ടെ. നമ്മുടെ ചൗവരി എല്ലാം തണ്ട വെന്തിട്ടുണ്ട്, കണ്ടോ, കുറുക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൽ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് പാല് ചേർക്കാം. ഇനി ഇത് ഈ പാലിലും കൂടി കിടന്നൊന്ന് വേകട്ടെ. അതിലേക്ക് ബാക്കി പാലും കൂടി അങ്ങ് ചേർക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഒരു 3 ഏലക്കയുടെ ഇലത്തരിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഒന്ന് തിളച്ച് കുറുകട്ടെ. ഈ പായസം എന്നൊക്കെ പറയുന്നതേ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ പായസം. ഇത് വേണമെങ്കിൽ നമുക്ക് ചൗവരി കുതിർത്തിട്ട് നെയ്യിൽ വഴറ്റിയിട്ട് പായസം തയ്യാറാക്കാം. പക്ഷേ എനിക്ക് അതിലും ടേസ്റ്റായിട്ട് തോന്നിയത് ഇങ്ങനെ വെക്കുന്നത്. അപ്പോഴേ നമുക്ക് കുറച്ച് മധുരം കൂടി കുറവുണ്ട്. അപ്പം നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി നമ്മുടെ താളിപ്പ്, നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ മൂപ്പിച്ച് ചേർക്കാം. പായസം അങ്ങ് കുറുകിക്കോളും അങ്ങ്. അപ്പോഴേ നമുക്ക് ഇത്രയും ലൂസായിട്ടിരിക്കണം ഈ പായസം. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ മൂപ്പിച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചൗവരി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് ഈ ഒരു ദിവസം നമുക്ക് ഈ പായസം വെക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും വെക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ചൗവരി പായസം എന്ന് പറയുന്നത്. വലിയ ജോലിപ്പാടൊന്നുമില്ല. അപ്പോൾ ചൗവരി ഞാൻ ഇത് ചൂടുവെള്ളത്തിൽ വേവിച്ചെടുത്ത് അപ്പോൾ അത് ചെയ്യാതെ നമുക്ക് നെയ്യിൽ വഴറ്റിയിട്ട് പാലിൽ വേവിച്ച് നമുക്ക് ഈ പായസം തയ്യാറാക്കാം. അപ്പോൾ ഈ ഓണത്തിന് ഒരു പായസം എന്തായാലും നമുക്ക് ചൗവരി പായസം തയ്യാറാക്കാം. അപ്പോൾ ഈ ചൗവരി പായസം ഒന്നും വെക്കാൻ അധികം പാടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കൂടുതൽ ഓണം റെസിപ്പികളുമായിട്ട് വീണ്ടും വരും ദിവസങ്ങളിൽ കാണാം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ.